ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ നോർമൽ വീഡിയോസിനെ അപേക്ഷിച്ച് ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഷ് എന്ന് പറയാം. ഉണ്ടാക്കിയതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ്. ഒരു 3-4 പ്രാവശ്യം ഞാൻ വീട്ടിലുണ്ടാക്കി എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടിട്ടുള്ള, അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ അവതരിപ്പിക്കുന്ന ഒരു ഡിഷാണ് നമ്മുടെ ഫിഷ് മപ്പാസ് ഉണ്ടല്ലോ, മീൻ മപ്പാസ്. അതാണ് കേട്ടോ ഡിഷ്. അപ്പോൾ നമുക്ക് കരിമീൻ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഇതേപോലെ നല്ല വെള്ള ആവോലി അല്ലെങ്കിൽ കറുത്ത ആവോലി, അങ്ങനെ നമുക്ക് വലിയ വലിയ മീൻ കിട്ടുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ഡിഷാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ചധികം തന്നെ ആവോലി ഇട്ടിട്ടുണ്ടായിരുന്നു. വെള്ള ആവോലി ആയിരുന്നു, ഒരു ഇടത്തരം റേഞ്ചിലുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അത് നല്ലോണം കഴുകി അതേപോലെ വരഞ്ഞ് ഒന്ന് മസാല പെരട്ടാന്ന് കരുതി. അപ്പോൾ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണോ അല്ലെങ്കിൽ 1.5 സ്പൂണോ മുളക് പൊടി ചേർക്കുക. പിന്നെ അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മൾ കറിയിൽ ഓൾറെഡി കുരുമുളകൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് കുറച്ച് ചേർത്തിട്ടുള്ളൂ. വേറെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷേ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപാട് മസാലയിൽ വറുത്തെടുക്കുകയും വേണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് കാരണം ജസ്റ്റ് ഒരു സിമ്പിൾ കോട്ടിങ് മാത്രം മതി. അങ്ങനെ ഒരു അരമണിക്കൂറോളം ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനും അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒലീവ് ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സാധാ സൺഫ്ലവർ ഓയിലോ എന്തും ആയിക്കോട്ടെ നമുക്ക് ഒഴിച്ച് ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പം കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഫിഷ് ഓരോന്നായിട്ട് ഇട്ടെടുക്കുക. പിന്നെ ഇത് വറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഫ്രൈ ആയി പോകണ്ട. ഒരുപാട് ഫ്രൈ ആയിപ്പോയി കഴിയുമ്പം നമ്മുടെ കറി നമ്മൾ എടുക്കുമ്പോഴത്തേക്കിനും ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യും. അപ്പോൾ അത് ആവശ്യമില്ലാത്ത കാരണം നമുക്ക് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇട്ട് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പം തിരിച്ചും മറിച്ചും എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫ്രൈനെസ് മാത്രം മതി, അല്ലാതെ ഒരുപാട് ഡ്രൈ ആക്കി എടുക്കണ്ട കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് മസാലയും ചേർക്കാതെ ഒരു മൈൽഡായിട്ട് മാത്രം മസാല ചേർത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് വറുത്തെടുക്കുന്ന പരിപാടിയിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ആവോലി എല്ലാം സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് കരിമീൻ കിട്ടാൻ, ഞാൻ ഇത് കൂടുതലും കരിമീനിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ആവോലി കിട്ടിയപ്പോൾ എനിക്കിങ്ങനെ മനസ്സിലൊരു നമുക്കൊന്ന് പാസ് വെച്ച് കൂട്ടിയാലോ. അതായത് മെയിനായിട്ട് ഇതിന് ചോറിൻ്റെ കൂടെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. നല്ല അടിപൊളി പൊറോട്ടയോ അല്ലെങ്കിൽ നല്ല ചൂട് ചപ്പാത്തി, പൊറോട്ടയാണ് ഇതിനൊരു അടിപൊളി കോമ്പിനേഷൻ. ഞാൻ കഴിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ആക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി. ഒരു വലിയ സവോളയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ചെറുതാണെങ്കിൽ 2 എടുക്കുക, അത് നൈസായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട് പഴുത്തത്, അപ്പോൾ അത് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1-2 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഞാൻ ചതച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് പാല് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഒരു ഇച്ചിരി വെള്ളം ആദ്യം ചേർത്തു. കുറച്ച് വെള്ളം ആദ്യം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ച 1-ാം പാല് ഒരു ഇച്ചിരി മാറ്റി വെച്ചിട്ട് ബാക്കി അതിനകത്തേക്ക് തന്നെ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് പിഴിഞ്ഞ് 2-ാം പാലും മാറ്റി വെച്ചിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും മതി കേട്ടോ. അത് കഴിഞ്ഞ് അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ നല്ല കറിച്ചട്ടി അങ്ങോട്ട് വെച്ച് നല്ല ചൂടായി കഴിഞ്ഞപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചിട്ട് ഇരിപ്പുണ്ടായിരുന്നല്ലോ, അതും അതിനകത്തേക്ക് ഒരു 2 മുളകും കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവുള്ള വലിയ ഉണ്ടമുളകൊക്കെ ആണെങ്കിൽ 1-2 ചേർത്താൽ മതി, നല്ല എരിവായിരിക്കും കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, അതായത് നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടെ ആഡ് ചെയ്ത് അത് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക. പിന്നെ ഒരു പിടി കറിവേപ്പില ഞാൻ ചേർത്തിട്ടുണ്ട്. മപ്പാസിന് മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില ഇട്ട് കഴിഞ്ഞ് കറിക്കകത്തൊരു മണം വരും, സെറ്റ് മണമാണ്. പിന്നെ നമ്മുടെ സവാള ഒരുപാട് മൂക്കാതെ നോക്കുക, ഒന്ന് വഴറ്റിയെടുത്താൽ മതി, ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുത്താൽ മതി, അത്ര മതി. അതിനകത്തേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ 1 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഞാൻ ജസ്റ്റ് ചതച്ചായിട്ടേക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എരിവ് വരും. നിങ്ങൾക്ക് ഒരുപാട് ഫൈൻ പൊടിയാണെങ്കിൽ ഒരു 1.5 സ്പൂൺ വരെ ചേർക്കാം. എരിവനുസരിച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പിന്നെ വേറെ മസാലയൊന്നും നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല. എന്നിട്ട് ആ ഒരു പൊടി മൂത്ത് കഴിയുമ്പോൾ മാത്രം
നമ്മൾ രണ്ടാം പാലും കൂടെ ചേർക്കാം. മസാല ഒരുപാട് മൂത്ത് പോകാതെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നാം പാലല്ല രണ്ടാം പാലും കൂടെ ചേർത്ത് അത് ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു പഴുത്ത തക്കാളി ഉണ്ടല്ലോ, അത് 2 വലുതാണ് കേട്ടോ ഞാൻ എടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ തക്കാളി ഉണ്ടെങ്കിൽ അത് മതി, അല്ലെങ്കിൽ കുഞ്ഞതാണെങ്കിൽ 2 എടുക്കാം. എന്നിട്ട് അത് ഫസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു. തിളച്ച് ഒന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ ആ ഒരു വറുത്ത് വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ അതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ നമ്മുടെ ഈ ഒരു തിളയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തിളയ്ക്കാൻ വേണ്ടിയിട്ടോ കറി മൂടരുത് ഒരിക്കലും. നമ്മൾ തേങ്ങ അരയ്ക്കുന്ന ആ ഒരു പാലിൽ വെക്കുന്ന കറി ഒരിക്കലും മൂടി വെക്കരുത്. മൂടി വെച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാനിത് മൂടി വെച്ചിട്ടേ ഇല്ല. അങ്ങനെ അതിൻ്റെ മണ്ടയ്ക്കോട്ട് നമ്മൾ നമ്മുടെ ഒരു ഫിഷ് എല്ലാം വറുത്തതിട്ട് ഒന്ന് കുലുക്കി എടുക്കുക. അതായത് ആ ഇട്ടതെല്ലാം ഒന്ന് സെറ്റാണല്ലോ, കാരണം എനിക്ക് ഒരുപാട് മീൻ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതിനകത്തേക്ക് കൊള്ളുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് കാരണം ഒന്ന് ഇട്ട് നല്ലോണം ഒന്ന് ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞപ്പം സംഭവമൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ മൂടി വെച്ചത് നേരത്തെ കണ്ട പോലെ സൈഡിൽ ഒരല്പം സ്ഥലം ഇട്ട് സ്പേസ് ഇട്ട് അതിൻ്റെ ആവി ഇറങ്ങിപ്പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് കേട്ടോ മൂടി വെച്ചത്. അതാണ് നല്ലത്. അപ്പം ഫസ്റ്റ് തിള വന്നു കഴിഞ്ഞപ്പോൾ മീനിട്ട് ഫസ്റ്റ് തിള വന്നു കഴിഞ്ഞപ്പം മൂടി മാറ്റിയിട്ട് ഞാൻ അതിൻ്റെ മണ്ടയ്ക്കോട്ട് നമ്മുടെ തക്കാളി അരിഞ്ഞതില്ല ബാക്കിയിരുന്നത് അതും കൂടെ അതിൻ്റെ മണ്ടയ്ക്കോട്ട് വെച്ചിട്ട് സൈഡ് മാത്രമായിട്ട് കുറച്ച് നേരം കൂടെ മൂടി വെച്ചു. കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് ഒന്നും കൂടെ എടുത്ത് ഒന്ന് ചുറ്റിച്ച് വെച്ചു. കാരണം ഇത് അടി പിടിക്കരുതല്ലോ, തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആയിപ്പോയിട്ട് അടി പിടിക്കും. അതുകൊണ്ട് ഒന്നും കൂടെ കുലുക്കിയിട്ട് ഒന്നും കൂടെ ഞാൻ നൈസായിട്ടൊന്ന് മൂടി വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് എടുത്തിട്ട് ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇട്ട ഉപ്പ് കറക്റ്റാണോ എന്ന് പറയാം. അപ്പോൾ കുറച്ച് ഉപ്പും ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കുറച്ചും കൂടെ ഉപ്പിട്ട് ഒന്നും കൂടെ ചുറ്റിച്ചിട്ട് സൈഡ് തിരിച്ച് മൂടി വെച്ചു. സൈഡ് തിരിച്ച് മൂടി വെക്കുന്നത് പിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ മൂടി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ സൈഡ് മാത്രം ആക്കിയിട്ട് ഞാൻ ഒന്ന് മൂടി വെച്ചെന്നുള്ളൂ. കുറച്ചൊന്ന് വറ്റിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഏറ്റവും ലാസ്റ്റ് വൺ ഓഫ് ദ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ദിസ് ഡിഷ് എന്ന് പറയുന്നതാണ് ഈ ഒരു ഒന്നാം പാല്. അത് ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതുവരെ ഇല്ലാത്ത കറിയുടെ ഒരു ഫ്ലേവറാണ് മക്കളെ വന്നത്. നല്ലൊരു സ്പെഷ്യൽ മണമാണ്. അതുപോലെ ഒരു ക്രീമി ടെക്സ്ചർ ആയിരിക്കും നമ്മുടെ ആ ഒരു കറിക്ക് തന്നത്. പിന്നെ അതിൻ്റെ പുറത്തു കൂടെ കുറച്ചും കൂടെ കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഈ ഒരു മപ്പാസിന് നല്ല രീതിക്ക് ബാലൻസ് ചെയ്യും, നല്ല കറിയാകും. ആ സമയത്ത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളിയായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് സിമ്മിലിട്ട് എല്ലാം ഓഫ് ചെയ്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കറി ഏകദേശം കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി ഇത്രയേ ഉള്ളൂ കേട്ടോ. സംഭവം സെറ്റ് ഡിഷാണ്. നല്ല ചൂട് പൊറോട്ട അല്ലെങ്കിൽ ചൂട് ചപ്പാത്തിയുടെ ഇടയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. ഉണ്ടാക്കിയതിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും എല്ലാവർക്കും എന്താ പറയുക വീണ്ടും വീണ്ടും ചോദിച്ചു മേടിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ചോറിന് ഞാൻ വലുതായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല, പക്ഷേ പൊറോട്ടയുടെ കൂടെ സൂപ്പറാണ്. ഉണ്ടാക്കി നോക്കുക, സിമ്പിളാണ്, വളരെ ഒരുപാടൊന്നും ഇല്ല. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.